നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഒരൊറ്റ കളിയിൽ തന്നെ ഹീറോയും വില്ലനുമാവുക, അതാണ് അമേരിക്കയുടെ ബലോഗൻ ചെയ്തത്. ബോസ്നിയക്കെതിരായ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ആദ്യം അമേരിക്കയെ മുന്നിലെത്തിച്ച ഗോളടിച്ചത് ബലോഗണ്ണായിരുന്നു 45-ാമത്തെ മിനിറ്റിൽ. എന്നാൽ രണ്ടാം പകുതിയിൽ 64-ാമത്തെ മിനിറ്റിൽ ഈ ബലോഗൺ തന്നെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി അമേരിക്കയെ 10 പേരിലേക്ക് ചുരുക്കി. അതാണ് ഹീറോയും വില്ലനുമായി ബലോഗൺ എന്ന് പറഞ്ഞത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി ആയില്ല. അവർ 10 പേരെ വെച്ചിട്ട് തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ചു. 82-ാമത്തെ മിനിറ്റിൽ ടിൽമാനാണ് രണ്ടാമത്തെ ഗോൾ അടിച്ചത് അമേരിക്കയുടെ. അങ്ങനെ അമേരിക്ക ബോസ്നിയയെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. മത്സരം തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം, അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു ആധിപത്യം. ബോസ്നിയ സാധാരണഗതിയിൽ കളിക്കുന്ന ഒരു കളി ഈ മത്സരത്തിൽ കളിച്ചില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക 2 ഗോളിന് കളിയുടെ എല്ലാ ഘട്ടത്തിലും അവർ തന്നെയായിരുന്നു മുന്നിൽ. പക്ഷേ 45 മിനിറ്റ് വരെ ബോസ്നിയ എല്ലാ അർത്ഥത്തിലും ചെറുത്തു നിന്നു, പ്രതിരോധിച്ചു. പക്ഷേ 45-ാമത്തെ മിനിറ്റിൽ ബലോഗൺ ഗോളടിച്ചു. അങ്ങനെ ബലോഗണിൻ്റെ ഗോളിലൂടെ ആദ്യ പകുതിക്ക് പോകുമ്പോൾ 1-0 അമേരിക്ക മുന്നിലായിരുന്നു. പിന്നീട് ആണ് 64-ാമത്തെ മിനിറ്റിൽ ബലോഗണ് റഫറി ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകുന്നത്. അതൊന്നും അമേരിക്കയെ ബാധിച്ചില്ല. 18 മിനിറ്റിന് ശേഷം 82-ാമത്തെ മിനിറ്റിൽ ടിൽമാൻ അടിച്ച് അമേരിക്ക മുൻതൂക്കം 2 ഗോളാക്കി മാറ്റി. അതോടെ കളിയിൽ അവർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിർത്തി. കാരണം 2 ഗോളിന് മുന്നിൽ പിന്നീട് 8 മിനിറ്റോളമേ ബാക്കിയുള്ളൂ. ബോസ്നിയയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബലോഗണിൻ്റെയും ടിൽമാൻ്റെയും ഗോളുകളിൽ അമേരിക്ക ജയിച്ച് പ്രീ ക്വാർട്ടറിലെത്തി. ബോസ്നിയ പുറത്തായി.